ഹലോ, ഇങ്ങനത്തെ ഒരു പെയിൻറ്റ് ബോട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു മിനി ഡസ്റ്റ് ഡെക്കോർ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാനൊക്കെ ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളാണ്, എന്നാൽ അതുപോലെ തന്നെ കാണാനും ക്യൂട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പെയിൻറ്റ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കും ഇതെന്താ റെഡ് എന്ന് പറഞ്ഞിട്ട് ബ്രൗൺ കളർ കൊടുത്തേന്നല്ലേ? വേണ്ടടാ, അവിടം വരെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിരുന്നു. റെഡ് കളർ കൊടുത്തപ്പോഴത്തേക്കും തോന്നി ബ്രൗൺ കളറായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന്. അങ്ങനെ ഫൈനലി ബ്രൗൺ കളർ കൊടുത്ത് ഞാൻ ആ പെയിൻറ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ട്യൂലിപ്സ് ഉണ്ടാക്കാം. ട്യൂലിപ്സ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ടൂത്ത് പിക്കും അതുപോലെ തന്നെ പിസ്ത ഷെല്ലും ഒട്ടിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് ഫെവിക്കോളും വെച്ച് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗൺ ഉള്ളതുകൊണ്ട് ഗ്ലൂ ഗൺ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ അതേ ട്യൂലിപ്സ് ഉണ്ടായി തുടങ്ങാം. നമുക്ക് ഓരോ പിസ്ത ഷെല്ലും ആ ടൂത്ത് പിക്കിൻ്റെ അകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതേ വീഡിയോയിൽ കാണും പോലെ ഓരോ ഷെല്ലും ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും വീഴാണ്ട് നോക്കുക. അപ്പോൾ അതേ ട്യൂലിപ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആക്കാൻ വെച്ച് നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽ എടുക്കാം. ഇനി അത് പെയിൻറ്റ് ചെയ്ത് കുളമാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനൊരു റിബൺ എടുത്തൊരു ചെറിയ ബോ കെട്ടി ആ കുപ്പി ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച് ട്യൂലിപ്സിന് കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്യൂലിപ്സിൻ്റെ സ്റ്റെമ്മിന് ഒരു ഗ്രീൻ കളറും കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടിഷ്യൂ പേപ്പറാണ്. 4 ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ലീഫിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇനി നമുക്ക് നേരത്തെ പെയിൻറ്റ് ചെയ്ത ബോട്ടിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മിനി ഡസ്റ്റ് ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ.